2. ലളിതമായ വളവുകൾ വരയ്ക്കൽ. ലളിതമായ വരകളും വളവുകളും വരയ്ക്കുന്ന വിദ്യയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പെൻസിലും പേപ്പറുമായി റെഡിയായല്ലോ അല്ലേ? നിങ്ങൾ എന്റെ കൂടെ തന്നെ വരയ്ക്കണം. ഹായ് ചുണക്കുട്ടികളെ, നമുക്ക് കുത്തനെയുള്ള വരകൾ വരച്ചു പഠിക്കാം. ഈ വരകളെ വെർട്ടിക്കൽ ലൈൻസ്, അതായത് ചെങ്കുത്തായ രേഖകൾ എന്നാണ് വിളിക്കുക. എന്തെളുപ്പമാണല്ലേ? ഇനി നമുക്ക് തിരശ്ചീനമായ വരകൾ വരച്ചു നോക്കാം. ഇതിനെയാണ് ഹോറിസോണ്ടൽ ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചരിഞ്ഞ വരകൾ വരയ്ക്കാം. യെസ്, നമ്മളിപ്പോൾ ചരിഞ്ഞ വരകളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിപരീത ദിശയിലാണ് എന്ന് മാത്രം. ഓക്കേ, ഇനി നമുക്ക് ലളിതമായ വളവുകൾ അഥവാ സിമ്പിൾ കർവ്സ് വരച്ചു നോക്കാം. യെസ്, ഇത് വലിയൊരു സി പോലെ ഇരിക്കും. പിന്നെയും ഒരു വലിയ സി. ഇപ്പോൾ വിപരീത ദിശയിൽ ഒരു സി. ഓക്കേ, ഇനി നമുക്ക് കുറെ കൂടി നീളത്തിലുള്ള വളവുകൾ വരച്ചു നോക്കാം. ഹേയ്, ഇത് കണ്ടാൽ പാമ്പിനെ പോലെയില്ലേ? നമുക്കിനിയും കുറെ കൂടി വളവുകൾ വരച്ചു നോക്കാം. യെസ്, വലിയ ഒരു യു പോലെ. ഇനി വലിയ ഒരു എൻ പോലെ. ഇനി നമുക്ക് വേഗത്തിൽ കുറച്ചുകൂടെ വളവുകൾ വരയ്ക്കാം. ഓക്കേ, ഇനി നമ്മൾ കുറേ വരകളും വളവുകളും ഒരുമിച്ച് വരയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒരു കൂട്ടം ചരിഞ്ഞ വരകൾ വരയ്ക്കാം. ഹേയ്, ഇത് കണ്ടാൽ മലകളും കുന്നുകളും പോലെയുണ്ടല്ലേ? ഇനി തിരശ്ചീനമായതും ചെങ്കുത്തായതുമായ കുറേ വരകൾ ഒരുമിച്ച് വരയ്ക്കാം. കുട്ടികളെ, ആദ്യ പാഠം എങ്ങനെയുണ്ടായിരുന്നു? ഹോംവർക്ക്. ഈ പാഠത്തിൽ നിങ്ങൾ പഠിച്ചത് ലളിതമായ വരകളും വളവുകളും വരയ്ക്കാനാണ്. നിങ്ങൾ ഹോംവർക്കായിട്ട് ഇതെല്ലാം ചെയ്യണം. ഒരു ഡ്രോയിംഗ് പേപ്പർ എടുത്തിട്ട് അതിൽ കുത്തനെയുള്ള വരകളും തിരശ്ചീനമായ വരകളും ചരിഞ്ഞ വരകളും വരയ്ക്കണം. ഈ വരകൾ കൊണ്ട് പേപ്പർ നിറയ്ക്കണം. വേറൊരു ഡ്രോയിംഗ് പേപ്പർ എടുത്തിട്ട് ഈ പാഠത്തിൽ നിങ്ങൾ പഠിച്ച പലതരം വളവുകൾ വരയ്ക്കുക. പേപ്പർ മുഴുവനും വരച്ച് നിറയ്ക്കണേ. എന്നിട്ട് മമ്മിയോട് ഇതൊക്കെ പരിശോധിക്കാൻ പറയണം.